നമസ്കാരം, ഞാൻ ഡോക്ടർ പൊന്നു, ന്യൂറോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ തലവേദനയെ പറ്റിയാണ്. അപ്പോൾ തലവേദന നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയും. ഇങ്ങനെ പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം കാരണമൊന്നുമില്ലാതെ വരുന്ന തലവേദനയാണ് പ്രൈമറി ഹെഡേക്ക്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സൈനസൈറ്റിസ് പോലുള്ള കാര്യങ്ങളായിരിക്കാം, തലച്ചോറിൽ ഇൻഫെക്ഷൻ ആവാം, തലച്ചോറിൽ ട്യൂമർ, രക്തസ്രാവമായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി ഹെഡേക്ക്. അതായത് പ്രത്യേക ഒരു കാരണമുള്ള ഒരു തലവേദനയാണ് സെക്കൻഡറി ഹെഡേക്ക്. അപ്പോൾ പ്രൈമറി ഹെഡേക്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന തലവേദനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈഗ്രെയിൻ, പിന്നെ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, ഇതൊക്കെയാണ് പ്രൈമറി ഹെഡേക്സിൽ വരുന്നത്. അപ്പോൾ ഇത് കാരണം ഒന്നുമില്ലാതെ വരുന്നവയാണെങ്കിൽ എന്താണത്? ബേസിക്കലി നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാം. അതായത് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ലൈഫ് സ്റ്റൈലിനെയൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലായിട്ടുള്ള കുറേ ട്രിഗേഴ്സ് വരുമ്പോൾ നമുക്ക് വരുന്ന ബ്രെയിൻ അതിൻ്റെ എതിരെ റിയാക്ട് ചെയ്യുന്നതിനെയാണ് ബേസിക്കലി നമ്മൾ പ്രൈമറി ഹെഡേക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലർക്ക് ഒരുപാട് കോഫി കുടിക്കുന്നത്, ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്നത്, ഒരുപാട് ചീസ് കഴിക്കുന്നത്, അല്ലെങ്കിൽ വെയിലടിക്കുക, ഒരുപാട് വെയിൽ എക്സ്പോഷർ, അലച്ചിൽ, യാത്ര, പിന്നെ അതുപോലെ തന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യുക, വെള്ളം കുടിക്കാതിരിക്കുക, ഇങ്ങനെ ഉറങ്ങാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല കാരണങ്ങളുകൊണ്ട് മൈഗ്രെയിൻ വരാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലവേദന വരാം. അപ്പം പ്രൈമറി ഹെഡേക്ക് പോലെ, അതായത് മൈഗ്രെയിൻ പോലുള്ള തലവേദനകളുടെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളുണ്ട്. അത് പക്ഷേ മേജറായിട്ട് നമ്മൾ മേജർലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതായത് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക, വെയിൽ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, കോഫി, ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്. പിന്നെ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ സ്കാൻ ചെയ്താലോ എല്ലാം നോർമലായിരിക്കും. കാരണം അത് പ്രത്യേകിച്ചൊരു ഒരു റീസൺ അല്ലെ കാരണം കൊണ്ടുണ്ടാകുന്നതല്ല. പിന്നെ മൈഗ്രെയിൻ വളരെ സ്ട്രോങ് ആയിട്ട് ഹോർമോൺ ലിങ്ക്ഡ് ആണ്. ലേഡീസിലാണ് അത് കൂടുതൽ കാണുക. വളരെ ഹോർമോൺ ലിങ്ക്ഡ് ആണ്. അതായത് ഒരു പീരിയഡ്സ് ആയി തുടങ്ങുന്ന പ്രായം തുടങ്ങി പീരിയഡ്സ് അവസാനിക്കുന്ന വരെ ഉള്ള കാലഘട്ടങ്ങളിലായിരിക്കും കൂടുതലായിട്ട് മൈഗ്രെയിൻ അറ്റാക്സ് കാണുന്നത്. അത് കഴിഞ്ഞാലും അതിന് താഴെയുള്ള ചെറിയ കുട്ടികളിലും വരെ മൈഗ്രെയിൻ കാണാറുണ്ട്. പീഡിയാട്രിക് മൈഗ്രെയിൻ പോലുള്ള ഇത് കാണാറുണ്ട്. പിന്നെ ആണുങ്ങളിലും കാണാറുണ്ട്. അപ്പം ഹോർമോൺ ലിങ്ക്ഡ് ആണെങ്കിൽ ആണുങ്ങളിൽ എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പോൾ ആണുങ്ങളിലും ചില ജനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്ന് പറയും. അതായത് ചിലർക്ക് ചില ബ്രെയിനിന് പ്രിഡിസ്പോസ്ഡ് ആണ്, അതായത് എക്സ്റ്റേണൽ ട്രിഗർ കൊണ്ട് സെൻസിറ്റീവ് ആണ് അവരുടെ ബ്രെയിൻ. അപ്പോൾ അങ്ങനെ ആണുങ്ങളിലും ഇതുപോലെ മൈഗ്രെയിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്? അപ്പം വളരെ ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള മൈഗ്രെയിൻ, അതായത് 3 മാസത്തിലല്ലേ 4 മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമാണ് തലവേദന വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തുള്ള വേദന സംഹാരികൾ മതി, പെയിൻ കില്ലേഴ്സ് എന്ന് പറയും. അപ്പോൾ ആ സമയത്തുള്ള വേദന സംഹാരികൾ കഴിച്ചാൽ മതി. പിന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, അതായത് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഉറക്കം, ഫുഡ്, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഫ്രീക്വൻറ്റ് മൈഗ്രെയിൻ, അതായത് ആഴ്ചയിൽ 1-2 തവണ വരിക, മാസത്തിൽ പലതവണ വരിക, പലതവണ അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരിക, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത്രയധികം നമ്മൾ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെയിൻ കില്ലറും പോരാതെ വരും. അതായത് പെയിൻ കില്ലർ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കാനും പറ്റത്തില്ല. ഒരാഴ്ചയിൽ 3-4 തവണ തലവേദന വരുന്ന ആൾക്കാരാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രിവെൻറ്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് പ്രൊഫൈലാക്റ്റിക് തെറാപ്പി എന്ന് പറയും. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മരുന്നിൻ്റെ കോഴ്സ്. അപ്പോൾ ഈ മരുന്നിൻ്റെ കോഴ്സ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തലവേദനയുടെ ഫ്രീക്വൻസി കുറയുക. അപ്പം ആഴ്ചയിൽ 2-3 തവണ തലവേദന വന്നിരുന്ന ആൾക്കാർക്ക് 3 മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ആയിട്ട് ഫ്രീക്വൻസി കുറയ്ക്കുക. ഇതാണ് നമ്മൾ പ്രിവെൻറ്റീവ് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രിവെൻറ്റീവ് തെറാപ്പിയും പല തരത്തിലുണ്ട്. അപ്പോൾ പ്രിവെൻറ്റീവ് തെറാപ്പിയുടെ സാധാരണ നമ്മൾ കൊടുക്കുന്ന ദൈർഘ്യം 3-6 മാസം വരെയാണ് നമ്മൾ കൊടുക്കുക. അപ്പം എൻ്റെ ഒരു ടീച്ചർ പറയുമായിരുന്നു, അതായത് തലവേദനയുടെ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് നമ്മളൊരു 3-6 മാസത്തെ ഒരു കോഴ്സ് കൊടുക്കുമ്പോൾ ബാറ്ററി റീചാർജ്ഡ് ആവും. ചില ആൾക്കാർ പെട്ടെന്ന് ചാർജ് തീരും, ഡിസ്ചാർജ്ഡ് ആവും. ചില ആൾക്കാർക്ക് ആ ചാർജ് കുറേ നാൾ നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അവർക്ക് സിംറ്റംസ് ഇല്ലാതെ ഇരിക്കും. പക്ഷേ ചിലപ്പം കോഴ്സസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നേരത്തെ ഇനിയും പറയുന്നു, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിന് ഒരുപാട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്യാതെ മരുന്ന് മാത്രം കഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഈ പ്രിവെൻറ്റീവ് തെറാപ്പി വളരെ ചെറിയ നമുക്കൊരു ലാഡർ പോലെ പറയാം. ഏറ്റവും താഴത്തെ പടിയിൽ ചില ബേസിക് മരുന്നുകളുണ്ട്. പ്രൊപ്പനിലോൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നുകളുണ്ട്. പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, പിന്നെ TCA എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നുകളുണ്ട്, ബേസിക് മരുന്നുകൾ. ആ മരുന്നുകളൊന്നും വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ
ആൻറ്റി എപ്പിലെപ്റ്റിക് മരുന്നുകളെന്ന് പറയും. അപസ്മാരത്തിന് കൊടുക്കുന്ന മരുന്നുകളാണ്, പക്ഷേ അത് മൈഗ്രെയിനും ചെറിയ വേറെ ഡോസിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളിലോട്ട് പോകും. അതുകൊണ്ടും പ്രയോജനമില്ലെന്നുണ്ടെങ്കിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നുള്ള വളരെ ഏറ്റവും പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചൊരു വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത മരുന്നുകളാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉള്ളതായിട്ട് കുറച്ച് കണ്ടുവരുന്നുണ്ട്. അല്ലാതെ മേജർ സൈഡ് എഫക്ട്സ് ഒന്നും പല സ്റ്റഡികളിലും കണ്ടിട്ടില്ല. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പലതും അതിൻ്റെ ഉപയോഗത്തിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ ഒരിക്കലുള്ള ഇഞ്ചക്ഷൻ ആവാം, അല്ലെങ്കിൽ 3 മാസത്തിലുള്ള ഒരിക്കലുള്ള ഇഞ്ചക്ഷൻ ആവാം. അങ്ങനെയാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. അപ്പോൾ നമുക്ക് സ്ഥിരം മരുന്നെടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സ്ഥിരം ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഈ മാസത്തിൽ ഒരിക്കൽ നമുക്ക് വീട്ടിൽ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാവുന്ന ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ മരുന്നുകൾ ലഭ്യമല്ല. അപ്പം പല തരത്തിലുള്ള മരുന്നുകൾ ട്രൈ ചെയ്ത് ഒരുപാട് എന്താ പറയുക, പല മരുന്നുകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പോഴും തലവേദന കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പോലുള്ള മരുന്നുകൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൈഗ്രെയിനിൽ സ്കാനോ ബ്ലഡ് ടെസ്റ്റുകളോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണത്തില്ല, എല്ലാം നോർമലായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു കാരണമില്ല. പക്ഷേ നമ്മളെന്നാലും സ്ഥിരമായിട്ട് തലവേദന വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകളും സ്കാനുകളും ചെയ്യിപ്പിക്കും. നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി ഹെഡേക്ക് അല്ല എന്ന് ഉറപ്പുവരുത്താൻ, അതായത് ഒരു കാരണവും ഇല്ലാത്ത തലവേദനയാണെന്ന് ഉറപ്പുവരുത്താൻ ചിലപ്പോൾ നമ്മൾ സ്കാനുകൾ ചെയ്യിപ്പിക്കും. അതായത് തലച്ചോറിൽ സൈനസൈറ്റിസ് ആണോ, സൈനസൈറ്റിസ് ആണോ, തലച്ചോറിൽ ഇൻഫെക്ഷൻ ആണോ, തലച്ചോറിൽ എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, തലച്ചോറിൽ അശുദ്ധ രക്തധമനി, അതായത് വീനസ് സ്ട്രോക്ക്, അശുദ്ധ രക്തധമനിയുടെ ബ്ലോക്കേഡ് കൊണ്ടുണ്ടാവുന്ന ഒരു തരത്തിലുള്ള സ്ട്രോക്കിൽ തലവേദനയായിരിക്കും മെയിൻ സിംറ്റം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും സ്കാൻ എടുപ്പിക്കും. ചില ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യിപ്പിക്കാറുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം സെക്കൻഡറി ഹെഡേക്ക് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്കാനിൽ തെളിഞ്ഞാൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുക.